തിരിച്ചടി എന്നാൽ അമേരിക്ക ഇന്നുവരെ ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത, സ്വപ്നം കണ്ടിട്ടില്ലാത്ത തിരിച്ചടി അത് നൽകുകയാണ് ഇറാൻ. ഇറാൻ അമേരിക്കയെ ശ്വാസം മുട്ടിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ. ഹോർമൂസ് വീണ്ടും അടച്ച ഇറാൻ 2 ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ വെടിവെച്ചിരുന്നു. ന്യൂഡൽഹിയിലെ ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തി വിശദീകരണം തേടിയ ഇന്ത്യ കടുത്ത പ്രതിഷേധവും അറിയിച്ചു. ഹോർമൂസിൽ ഇറാന്റെ കപ്പലുകൾക്ക് പോകാനാകുന്നില്ല എങ്കിൽ ഒരു രാജ്യത്തിന്റെ കപ്പലും പോകണ്ട എന്നായിരുന്നു ഇറാന്റെ നിലപാട്. US മുന്നോട്ട് വെച്ച ഡിമാൻഡുകൾ ഇറാൻ അംഗീകരിക്കും വരെ ഹോർമൂസിൽ ബ്ലോക്കേഡ് തുടരും എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ട്രംപ്. അതേസമയം ഇസ്ലാമാബാദിലേക്ക് ചർച്ചയ്ക്കായി വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് യുദ്ധതന്ത്ര പ്രതിനിധികളായ വിറ്റേക്കാഫ് കുഷ്ണർ എന്നിവരെ അയച്ചിട്ടുമുണ്ട്. ഹോർമൂസിൽ ഇറാൻ ഒട്ടേറെ കപ്പലുകൾക്ക് നേരെ വെടിവെച്ചു. ഫ്രഞ്ച്, ബ്രിട്ടീഷ് കപ്പലുകൾക്ക് നേരെയും വെടിവെച്ചു. അതൊരു നല്ല കാര്യമല്ല. ഹോർമൂസ് അടച്ചു എന്നാണ് ഇറാൻ പറയുന്നത്. അത് ആശ്ചര്യമാണ്. US നേരത്തെ തന്നെ ഹോർമൂസ് അടച്ചിട്ടു എന്നാണ് ട്രംപിന്റെ വാക്കുകൾ. കപ്പലുകൾക്ക് നേരെ വെടിവെച്ചതുവഴി ഇറാൻ വെടിനിർത്തൽ ധാരണ ലംഘിച്ചു എന്ന് പറഞ്ഞ ട്രംപ് തുടർന്ന് ഭീഷണി മുഴക്കുന്നു. ഡീൽ അംഗീകരിച്ചില്ല എങ്കിൽ ഇറാനിലെ ഓരോ പാലവും വൈദ്യുതി പ്ലാന്റും US തകർക്കും. ഇറാന്റെ കില്ലിംഗ് മെഷീൻ തകർക്കേണ്ട സമയമായി. സുരക്ഷ സംബന്ധിച്ച ആശങ്ക ഉള്ളതിനാൽ പാകിസ്ഥാനിലേക്ക് താൻ പോകുന്നില്ല എന്ന് ട്രംപ് പറഞ്ഞു. വൈസ് പ്രസിഡന്റ് JD വാൻസും പോകുന്നില്ല എന്ന് ട്രംപ് പറഞ്ഞെങ്കിലും പിന്നീട് വാൻസ് തന്നെ US സംഘത്തെ നയിക്കുമെന്നാണ് വ്യക്തമായിരിക്കുന്നത്. ഒമാൻ കടലിൽ ഇറാന്റെ വാണിജ്യ കപ്പൽ അമേരിക്കൻ സേന വെടിവെച്ച് പിടിച്ചെടുത്തതിന് പിന്നാലെ ശക്തമായ തിരിച്ചടിയാണ് ഇറാൻ നൽകുന്നത്. ഒമാൻ കടലിൽ നില ഉറപ്പിച്ചിട്ടുള്ള അമേരിക്കൻ പടക്കപ്പലുകളെ ലക്ഷ്യമിട്ട് ഇറാൻ സൈന്യം ഡ്രോൺ ആക്രമണം നടത്തിയതായി ഇറാന്റെ അർദ്ധ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നീം റിപ്പോർട്ട് ചെയ്യുന്നു. നേരത്തെ ഇറാൻ പതാകയേന്തിയ കപ്പൽ US പിടിച്ചെടുത്തുവെന്ന് സ്ഥിരീകരിച്ചിരുന്നു. തങ്ങളുടെ ചരക്ക് കപ്പലായ തുസ്ക പിടിച്ചെടുത്തതിന് നേരിട്ടുള്ള പ്രതികാരമായാണ് ഡ്രോൺ ആക്രമണം നടത്തിയത് എന്ന് തസ്നീം വ്യക്തമാക്കി. എത്ര ഡ്രോണുകളാണ് അയച്ചതെന്നോ അമേരിക്കൻ കപ്പലുകൾക്ക് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. അമേരിക്കയുടെ പ്രകോപനത്തിന് കൃത്യമായ മറുപടി നൽകുമെന്ന് ഇറാന്റെ സൈനിക കമാൻഡായ ഖതം അൽ അൻബിയ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഹോർമൂസ് കടലിടുക്കിലെ അമേരിക്കൻ നാവിക ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ച് ഇറാനിയൻ പതാക വഹിച്ച തുസ്ക എന്ന ചരക്ക് കപ്പൽ US സേന പിടിച്ചെടുത്തതാണ് ഇപ്പോഴത്തെ സംഘർഷങ്ങൾക്ക് കാരണം. അമേരിക്കൻ നാവികർ കപ്പലിൽ അതിക്രമിച്ചു കയറി നിയന്ത്രണം ഏറ്റെടുത്തതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചിരുന്നു. കപ്പൽ ഇപ്പോൾ പൂർണ്ണമായും അമേരിക്കൻ കസ്റ്റഡിയിലാണെന്നും അതിൽ എന്താണുള്ളത് എന്നും പരിശോധിച്ചു വരികയാണെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചിരുന്നു. അമേരിക്കൻ നടപടിയെ സായുധ കടൽക്കൊള്ള എന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചത്. ചൈനയിൽ നിന്ന് വരികയായിരുന്ന വാണിജ്യ കപ്പലിന്റെ നാവിഗേഷൻ സംവിധാനം അമേരിക്കൻ സേന തകർത്തതായും ഇറാൻ ആരോപിച്ചു. ആദ്യം കപ്പൽ പിടിച്ചെടുത്ത വാർത്ത ഇറാൻ നിഷേധിച്ചു എങ്കിലും US സെൻട്രൽ കമാൻഡ് വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതോടെ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയായിരുന്നു. എന്തായാലും ഇറാനും മുന്നോട്ട് തന്നെയാണ്. എന്തു വന്നാലും പറഞ്ഞ വാക്കുകളിൽ നിന്ന് പിന്മാറില്ല എന്ന് ട്രംപും. ഇങ്ങനെ നിലയുറപ്പിക്കുമ്പോൾ യുദ്ധത്തിന് അടുത്ത കാലത്തൊന്നും ശമനം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് യുദ്ധവിദഗ്ധരുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് കർമാസ്.